നേരെ സ്വർഗംമേട് പോവാണ് കേട്ടോ. എന്തായാലും എടുത്തില്ലേ, മാറ്റിക്കളയാം. ചൂടുണ്ട് കേട്ടോ. എന്നതിലെ ഞാൻ പറഞ്ഞ അത് വേണ്ട, അതങ്ങ് മാറ്റിയാലോ. Hey guys, welcome back. സംസാരിക്കേ, നിങ്ങൾ കയ്യിൽ മൈക്കൊക്കെ തന്നെയാണല്ലോ, എന്റെ സംസാരിക്കാട്ടെ. എടി അമ്പുകുട്ടി സംസാരിക്കടി. ഹലോ ഹലോ, നിങ്ങൾ സംസാരിക്കണേ, ഞാൻ സംസാരിക്കട്ടും. സംസാരിക്കാൻ അങ്ങോട്ട് മൈക്ക് വെച്ച് സംസാരിക്കേ. മൈക്ക്. ഹലോ എടാ സംസാരിക്കടാ, രാവിലെ ഒന്നും സംസാരിക്കുന്നില്ലേ? ഹലോ മൃദുല, ഗുഡ് മോർണിംഗ്. ഇതാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. നമ്മൾ ഇന്നലെ താമസിച്ച റൂമാണിത്. പിന്നെ ഭയങ്കര ഫെസിലിറ്റീസോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും നൈസായിരുന്നു. ബാത്റൂം ഒക്കെ നോക്കി നല്ല അടിപൊളിയായിരുന്നില്ലേ? നൈസായിരുന്നില്ലേ ഗൈസ്? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ രാജാക്കാട്, അതേപോലെ തന്നെ നമ്മുടെ ബൈസൺ വാലി, ഇത് കഴിഞ്ഞ കമ്പം തേനി, ആ ഒരു സൈഡ് ഉണ്ടല്ലോ. കാരണം എല്ലാവരും മൂന്നാറൊക്കെ പോയിട്ട് അങ്ങ് പോകും. പക്ഷെ ഈ ഒരു സൈഡ് അധികം ആരും വന്ന് എക്സ്പ്ലോർ ചെയ്തില്ല. ഈ ഒരുപാട് വ്യൂ പോയിന്റിന്റെ ഇടയ്ക്കാട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മുടെ സ്വർഗംമേട്, അതേപോലെ തന്നെ പൂപ്പാറ, ചതുരംഗപ്പാറ, കള്ളിപ്പാറ, അങ്ങനെ 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 കുറേ സ്ഥലങ്ങളുടെ വ്യൂ പോയിന്റിന്റെ ഒരു നടുക്കാണ് നിൽക്കുന്നത്. നമ്മൾ റൂം എടുത്തിരിക്കുന്നതിൻ്റെ ഒരു 8 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കടയോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അത്രയ്ക്ക് നമ്മൾ ദൂരെ കേട്ടോ നിൽക്കുന്നത്. ഇനി ഉള്ളിലോട്ട് വന്നാൽ നിൽക്കുന്നത്. അതെ നോക്കിയേ, അതെ അടിപൊളിയല്ലേ. ഇന്നലെ നൈറ്റൊക്കെ നല്ല കോടയായിരുന്നു കേട്ടോ. ഇപ്പോൾ രാവിലെ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ എന്നാലും വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. അമ്പുക്കുട്ടി ഇന്നലെ പുല്ലിന്റെ മുകളിൽ കൂടെ ഓടി ഷോക്സ് ഒക്കെ കഴിവ് കിട്ടിയിട്ടുണ്ട്. അമ്പുക്കുട്ടി ഹലോ പറ. നിങ്ങൾ ഹലോ പറയുന്നില്ലേ? സംസാരിക്കുക. ഹലോ ഹലോ. ഏ നിന്റെ അമ്മച്ചി ഒന്ന് വേഗം റെഡി ആവാൻ പറ. നമുക്ക് പോയിട്ട് കുറെ പരിപാടികളൊക്കെ ഉള്ളതാ. ഇങ്ങനെ ഇരുന്ന ലേറ്റ് ആയി പോയിട്ടില്ലേ നമ്മള്? അത് ശരിയാണല്ലേ. പോയി വിളിക്കാം, അമ്മച്ചി പോയി വിളിക്കും. പോ. ആ ഗ്ലാസ് എടുത്ത് വെച്ചേ, ഗ്ലാസ് വെച്ചേ, കാട്ട് കൂളിംഗ് ഗ്ലാസ് വെയ് 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 വെക്ക് വെക്ക് വെക്കടാ കൂളിംഗ് ഗ്ലാസ്. ഇനി എവന്റെ എല്ലാം ഞാൻ എവന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുന്ന ഒരു ഫീൽ ആട്ടോ. ഓ മൈക്ക് മൃദുല കൊള്ളാം കേട്ടോ. ഇതാണ് മൃദുലയുടെ കോസ്റ്റ്യൂം. മൈക്ക് വാങ്ങിച്ചാ എല്ലാം അവനും വേണം, എല്ലാം അവനും വേണം. എടുക്ക് എടുക്ക് എടുക്ക്. എന്നെ കാണിച്ചില്ല നിങ്ങൾ, നിങ്ങൾ എന്നെ കാണിക്കും. ഇവിടെ ഉണ്ടോ? ഇന്ന് ഷോർട്സാ. ഇന്ന് ഗൈസ് നമ്മള് മല കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി പിന്നെ കള്ളിപ്പാറ എന്നൊരു സ്ഥലത്ത് പോകണം. കാരണം ഞാൻ അവിടുത്തെ കുറച്ച് റീൽസ് കണ്ടിട്ട് എനിക്ക് അവിടെ വണ്ടി കയറ്റണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ കള്ളിപ്പാറ പോകണം. അതേപോലെ തന്നെ കള്ളിപ്പാറ ഞാൻ നോക്കിയപ്പോഴും അടുത്ത് കുറെ വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ താഴെ നമ്മൾ റിസപ്ഷനിൽ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടുന്ന് അടുത്ത് സ്വർഗംമേട് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. 5 അല്ല 2 ഉള്ളൂ മാപ്പിൽ നോക്കി. അപ്പം മറ്റേത് നമുക്ക് ഇവിടുന്ന് 18, കള്ളിപ്പാറ, ചതുരംഗപ്പാറ, അതെല്ലാം നമുക്ക് ഇവിടുന്ന് 18 കിലോമീറ്റർ കൊണ്ട് പോകണം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഈ ഒരു സൈഡ് വരത്തില്ല. അപ്പൊ ഇവിടുന്ന് കൂടി അങ്ങ് കയറി കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങ് പോവാമല്ലോ സ്വർഗംമേട്. സ്വന്തം സ്വർഗംമേടിൽ നമുക്ക് പോവാം. അത് കഴിഞ്ഞ് പിന്നെ വെയിലാണ്, നമുക്ക് പോവാം. നമ്മളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്വർഗംമേട് പോയി ഉണ്ടാക്കി കഴിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞാനത് അറിഞ്ഞിരുന്നില്ല ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ സ്വർഗംമേട് പോവാണ് കേട്ടോ. സ്വർഗം കാണും നമ്മളിന്ന്. നമ്മുടെ ഇവിടെ പ്ലെയിൻ പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അവിടെ അതിനടുത്താണ് നമ്മൾ റൂം എടുക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ഒരു പാറ പ്ലെയിൻ പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. അത് നമ്മളെ തൊട്ട് ഇഷ്ടംപോലെ അത്രേ ഉള്ളൂ. എന്നിട്ട് താഴോട്ട് നല്ല വ്യൂ ആണ്, അത്രേ ഉള്ളൂ. പ്ലെയിൻ പാറ 2.8 കിലോമീറ്റേഴ്സ് തൊട്ടടുത്താട്ടോ. 9 മിനിറ്റ്. ഓക്കെ അമ്മജി, ഇന്നലെ നമ്മൾ ഒരു അടുത്തൂര് നമ്മളെ ഗൂഗിൾ മാപ്പ് വഴി എത്തിച്ചില്ല കേട്ടോ. സാധാരണ ചില ദിവസങ്ങളിൽ ഏതെങ്കിലും ഊട് വഴി കയറ്റിയിട്ട് നമ്മൾ അവിടെ പെടുത്താറുണ്ട്. ഇന്നലെ കറക്റ്റ് എന്ത് പറ്റിയോ എന്തോ, വേറെ വഴിയില്ല. ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു റിസോർട്ടിന്റെ അടുത്തുനിന്ന് ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കടകളില്ല, മൊത്തം ഏലത്തോട്ടമാണ്. മാപ്പ് കാണിക്കുന്നത് ഇങ്ങനെ താഴോട്ടല്ലേ. ആരെങ്കിലും ചോദിക്കണ്ട 2 വഴി ഉണ്ടോന്ന് ഇനി അറിയത്തില്ല. കണ്ടോ ഈ വഴി ഇവിടെ എൻഡ് കാണിക്കുന്നു, കണ്ടോ
ചോദിക്കാം, അമ്മച്ചിയോട് ചോദിക്കാം സ്വർഗമ്മയുടെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ടൊരു വഴിയുണ്ട്, അങ്ങോ പോകരുത്, നേരെ മുകളിലേക്ക് പോകണം, ഈ സൈഡിലേക്ക്. അല്ല വണ്ടി കൊണ്ടുപോകാനാ? ആ വണ്ടിയും കൊണ്ട് കയറി പോകാം. വണ്ടി കയറിയല്ല, വണ്ടി കയറുന്നില്ലേ? ഇല്ല, വണ്ടി എന്റെ താഴെ വരെ വരും. ഞാൻ പകുതി വരെ. ഇതുവഴിയോ? മറ്റേ വഴി പോവാണെങ്കിലോ? ഏത് വഴി വന്നാലും കണക്കല്ല. അതിലിപ്പോ നിങ്ങൾക്ക് ഇതിലെ അങ്ങ് പോവല്ലേ? ആണല്ലേ, ഈ ഒറ്റ വഴിയേ ഉള്ളൂ. ഒറ്റ വഴിയല്ല ഓട്ടോ. ഒറ്റ ഇങ്ങനെ പറഞ്ഞു ചെന്നിട്ടേ ഇവിടെ അങ്ങ് കവലെ ചെല്ലുമ്പോ ഇങ്ങനെ നേരെ മുകളിലേക്ക്. ഓ ശരി ശരി ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു. വണ്ടി പോകത്തില്ലെന്നും പറയുന്നു ഇല്ലേ? പറഞ്ഞത് ഭയങ്കര ഇടുങ്ങിയ റോഡാ, സൈഡൊക്കെ ഒരയാൻ ചാൻസ് ഉണ്ട്, നോക്കാം. നോക്കിപ്പാ. നമ്മൾ ഇങ്ങനെയുള്ള വഴികളിൽ വരുമ്പോ നമ്മള് അടുത്തുള്ളവരോട് ചോദിക്കണം. ഗൂഗിൾ മാപ്പ് നമ്പർ താഴോട്ട് കിടക്കുന്ന വഴി കേട്ടോ കാണിച്ചത്. പക്ഷെ ആ ചേട്ടൻ ചേട്ടൻ പറഞ്ഞ് മേലോട്ട് കിടക്കുന്ന റോഡാണ്. ഇതാണ് മോൻ പറഞ്ഞത്. വണ്ടി സൈഡ് ഒട്ടും സൂക്ഷിച്ചു പോകണം. രസമുണ്ട് കേട്ടോ. പക്ഷെ കാണാൻ ഇത് വണ്ടിയുടെ അയ്യോ, ഞാൻ പറഞ്ഞ ഒരു വെട്ടുവത്തിയും കൂടെ എടുക്കാന്ന്. വെട്ടി പോവായിരുന്നു. വെട്ടിപ്പോയ അവര് വെട്ടിയോടെ വെക്കും കേട്ടോ. ഇതെന്തിനാ അവർക്കല്ല? ഇവിടെ ലൈൻ കമ്പി പ്രശ്നമില്ല. നമ്മളവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നു. ഇപ്പൊ അതാ പറഞ്ഞ അത് തെറ്റിക്കാം, അതിന് നമ്പരുത്. ഇത് പാടാട്ടോ. സൈഡ് നോക്കി പോയില്ലെന്നുണ്ടെങ്കിൽ പെടും. കാരണം ഒട്ടും മുൾ ചെടിയൊക്കെ നട്ട് റോഡിലോട്ട് ഇട്ടേക്കുന്നത്. ഇഷ്ടംപോലെ വീടുകളും ഉണ്ട്. ഇവിടെ ഒരാൾ ഇങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ കടക്കുക. ഫ്രണ്ട് ഇരുന്നാലല്ലേ വ്യൂ ഉള്ളൂ. ഫ്രണ്ട് ഇരുന്നാലേ വ്യൂ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ബാഗ് ഇരുന്ന ഒരു രസമില്ല. കുഞ്ഞിനെ പിടിച്ചോളാം. ഒരു വണ്ടി എതിരെ വന്നാ എന്തോ ചെയ്യും? റിവേഴ്സ് പോണോ നീ? എന്തോ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പെടും. ഇടയ്ക്കിടയ്ക്ക് 2 ഹോളോട്ട് അടിച്ചു. ഇവിടുത്തെ ടാസ്ക് റോഡല്ല ഗൈസ്, ഇടമില്ല, സ്പേസ് ഇല്ല. പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോ വരുന്നവര് എനിക്ക് വണ്ടി പോറിക്കാൻ വയ്യേ എന്ന് വരുന്നവരൊന്നും ഇവിടെ വരില്ല. എന്തായാലും ഹെയർലൈൻ സ്ക്രാച്ച് വരും. ആണ്ടാ എന്റെ മുകളിലൊരു കൊമ്പുണ്ട്, തട്ടിയില്ല. നല്ല പോണമായിരിക്കും അല്ലേ? ഇനി 1 കിലോമീറ്റർ കാണിക്കുന്ന കേട്ടോ. 1 കിലോമീറ്റർ ചേട്ടാ, മാറിയില്ല ചേട്ടാ. ചേട്ടാ സ്വർഗമേട് തോന്നേം വേണോ? ഇനി തോന്നേം വേണോ സ്വർഗമേട്? കയറി പോവല്ലോ. ഈ റോഡ് തന്നെയാണോ ഇങ്ങനെ? ഒരു 50 മീറ്റർ റോഡ് ശകലം മോശമുള്ളൂ. പിന്നെ നിരപ്പ അങ്ങ് ടോപ്പ് വരെ കയറി പോകല. അവിടെ ലെവലിൽ സ്ഥലമുണ്ട്, നിരപ്പുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇട്ടേച്ച് കയറി പോകാൻ പറ്റും. ശരി കേട്ടോ, താങ്ക് യു. അപ്പം വഴി തെറ്റിയിട്ടില്ല ഗൈസ്, കറക്റ്റ് വഴിയാണ് വരുന്നത്. കുറച്ച് കഴിയുമ്പോ വണ്ടി പോകത്തില്ലെന്ന് മനസ്സിലായില്ല. അത് എനിക്ക് അവരും പറഞ്ഞത്. അങ്ങ് ഏറ്റവും ടോപ്പിൽ പോകത്തില്ല, അവിടെ നിരപ്പായ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഇട്ടിട്ട് കുഴപ്പമില്ല, നടക്കാം. കാലുണ്ടല്ലോ, കുഴിയുണ്ട് കേട്ടോ. ട്രക്കിംഗ് ഷൂ ഇട്ടില്ല. ഷൂ വേണം കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പം. അതുപോലെ അട്ടകൾ കാണും. പക്ഷെ ഈ മലയുടെ മുകളിലൊന്നും ഇങ്ങനത്തെ വലിയ മൃഗങ്ങളൊന്നും കാണത്തില്ലല്ലോ. കാരണം ഇത്രയും മലയുടെ മുകളിൽ അവർക്ക് കാല് കഴിക്കത്തില്ല കയറി വരുമ്പോ. തുടങ്ങി ഗൈസ്, നമ്മള് 4x4 ഇടുന്നില്ല കേട്ടോ, ജസ്റ്റ് 2 വീൽ ഡ്രൈവിൽ തന്നെ കയറുവാണ്. 4x4 ആവശ്യമുള്ള ടൈമിലിടാം. കുഴി ഉണ്ടെങ്കിൽ പോലും കയറും, കുഴപ്പമില്ല. ഇവിടെ ഒന്നും നമുക്ക് 4 വീലിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നല്ല മുഴ കല്ലുകളാണ്. ഗൈസ്, നമ്മളിപ്പം 4x4 ചേട്ടായിട്ട് എൻഗേജ് ചെയ്തു കേട്ടോ. കാരണം ഇവിടെ അത്യാവശ്യം തേരിയുണ്ട്, ചെറിയൊരു വളവുമുണ്ട്. പിന്നെ ടയർ വെറുതെ സ്പിന്ന് ചെയ്യിപ്പിക്കണ്ട. പിന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ അഗാധമായിട്ടുള്ള കൊക്കയാണ്, നല്ല കൊക്കയാണ് കേട്ടോ. സോ നമുക്ക് മെല്ലെ ഇങ്ങനെ വണ്ടി ഉരുണ്ട് കയറി പോട്ടെ. നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ നിന്ന്. മൃദുലൊക്കെയാണ് ഇന്നത്തെ പരിപാടി. വീഡിയോ എടുപ്പൊക്കെ നടക്കണം. എനിക്ക് വണ്ടിക്കകത്ത് വണ്ടി ഓടിച്ചാൽ മതി.
അവിടെ കുഴിയാണ് ഗൈസ്, അല്ല അടിപൊളി കുഴി. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, വ്യൂ സൂപ്പർ വ്യൂ തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്, നല്ല കാറ്റ് കേട്ടോ. വെയിലുണ്ടെങ്കിൽ അങ്ങനെ ചൂടേ ഇല്ലല്ലേ, അടിപൊളി കാറ്റ്. ഈ സൈറൻ കിടന്ന് അടിച്ചോണ്ടിരിക്കും, ഈ സെൻസറിനകത്ത് പുല്ല് കെട്ടുമ്പോ കീ 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 അതിന്റെയാണ് സൗണ്ട് കേൾക്കുന്നത്. ഓ അതാ കേൾക്കുന്നത്. ഇവിടൊക്കെ നല്ല റോഡാണ്, ഇവിടെ നല്ല റോഡ്. ആ കേറുന്ന കുറച്ചേ ഉള്ളൂ, ആ വളവിന്റെ അവിടെ ഉള്ളു. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ കയറി വരും ഗൈസ്. എത്തി ഗൈസ് നമ്മള് വ്യൂ പോയിന്റ് എവിടെ? നീ കുറച്ച് ദൂരമല്ലേ വണ്ടി പോകും. മോനെ പട്ടി സൈസ് കൂടി സൂം ചെയ്ത് അതങ്ങാണം വന്നാ തീർന്ന്. ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ കമ്പ്യൂട്ടറിനെ കൊണ്ട്. ചേട്ടാ വണ്ടി ഇടം വരെ പോവും, മേലോട്ട് പോവും. പിന്നെ അവര് പറഞ്ഞു വണ്ടി മേടി പോകത്തില്ല. മേ ബി അല്ലാതെ വണ്ടി വരുന്നവര് താഴെ ഇട്ടിട്ട് നടന്നു പോകുന്നതായിരിക്കും ഇവിടെ, അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. താണ്ട് ഇവിടെ ഒരു കുഞ്ഞു വണ്ടി എടുക്കുന്ന പറ്റില്ല, അത് ആൾട്ടോ. അത് ഉപയോഗശൂന്യമായി ആരോ കൊണ്ടിട്ടിട്ട് പോയതാ. എടാ ഇതിലെവിടെ എങ്ങോട്ടാടാ? നേരെയാന്ന് തോന്നില്ലേ? ആകെയുള്ള ബുദ്ധിമുട്ടാണ് ഈ ചില്ലുകൾ ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ ഒരു പാട്, അല്ലാണ്ട് വേറൊരു പ്രശ്നവും ഇല്ല. ഇതിന്റെ ആവശ്യമില്ല, പോർച്ചിന്റെ ആവശ്യമില്ല. സത്യമായിട്ടാ, എനിക്ക് അങ്ങനെയുള്ള ഭയങ്കര ഇഷ്ടം. രണ്ടിടം ഇങ്ങനെ വന്ന് പറയുന്നത്. ഈ പുല്ല് സ്ക്രാച്ച് ആവും കേട്ടോ. ഇത് മറ്റേ ഇല്ല ബ്ലേഡ് പോലെ കുതിരപ്പുല്ല്, വണ്ടി മൊത്തം സ്ക്രാച്ച് ആവും. ആ കല്ല് ആർക്കെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ ഏട്ടാ? ഒരേല്ലേ ഈ സൈഡ് ചേർത്ത് പോവാ. നോക്കിയേ ആ കല്ലൊന്ന് നോക്കിയേ, അത് എന്തൊരു കല്ലാടി അത് പൊങ്ങി നിക്കുന്നത്. തട്ടത്തില്ലല്ലോ? ആ തട്ടൂല്ല, എന്നാലും തട്ടുമെന്ന് എനിക്ക് തോന്നി. ഇവിടെ എനിക്ക് കാണത്തില്ല കേട്ടോ. വേണ്ട, റിസ്ക് വേണ്ട, തട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ നടക്കുക. അല്ല അടിയിലാ കറുപ്പില് തട്ടിയാലും. നോക്കട്ടെ, നോക്കിട്ട് എടുക്കാം. എന്തൊരു കല്ലാടി ഇത്? ഭയങ്കര ഒരു പന്നകല്ല്. നീ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അമ്പാണേ? ഡോഡിലാണോ കല്ല് കൊണ്ടിടുന്നത്? ആ അമ്മക്ക് മാറ്റായത്. നന്മയുള്ള ലോകമേ നിങ്ങളിത് കാണുക. മതിയം തോന്നല്ലേ, ഈ സൈഡ് കൂടെ വണ്ടി പോവല്ലോ. എന്തായാലും എടുത്തില്ലേ, മാറ്റിക്കളയാം. ഓ കല വീഴാ. ഓ നിന്റെ അച്ഛനോട് സൂപ്പർ ഹീറോ തന്നെ അല്ലേ? കുറച്ചുകൂടെ അങ്ങോട്ട്, എന്തായാലും അത്രയും വെച്ചില്ലേ. മിഷൻ കംപ്ലീറ്റ്. തട്ടിയോ തട്ടിയ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തട്ടും. ഈ പ്ലാസ്റ്റിക് നമ്മൾ ചവിട്ടി കയറുന്ന കറുപ്പിൽ തട്ടും. കൈ അഴുക്കായി. വെള്ളമുണ്ടോ? വെള്ളമുണ്ട് തരാ. വഴി ഇവിടുന്നേ കാണാം. എടാ ഇത് മൊത്തം തേയിലയാണോ അതോ എന്തോ സാധനം? നട്ടേക്കുന്നത് സൈഡ് നോക്ക്, എന്തൊരു രക്ഷയില്ലാത്ത വ്യൂ ആണല്ലേ. ഗൈസ് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ താമസമൊന്നും ഇല്ലല്ലേ? അല്ല ഇവിടെ താഴെ ഉണ്ടായിരുന്നു വീട്. താണ്ട ഇത് കുഴിയാണ്, നടുക്ക് എന്തോ കുപ്പിയാണോ? ഇവിടെ നല്ല കുഴിയാട്ടോ. കുഴിയാ, നടുക്ക് കുഴി, അപ്പുറം ഇപ്പുറം സ്ഥലമുണ്ട്. കേറുവാ, പ്രശ്നമില്ല. ഈ വളവും കുഴിയും കൂടി വരുമ്പോഴേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്, അല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ല. അവിടെ കേറും. നീ ഇറങ്ങണ്ട, പാടാ കുഞ്ഞിനെ കൊണ്ട്. ഇത് സെറ്റാട്ടോ. ശരിക്കും വീട്ടിൽ കണ്ടില്ല. ഇനി 2 റോഡുണ്ട്. എങ്ങോട്ടാടാ? 2 റോഡായിട്ട് തിരിയുന്നു ഗൈസ്. ഇത് ഇങ്ങോട്ടും മേലോട്ടാണല്ലേ? മേളിൽ കുത്തുതേരിയ മൃദുലേ, കുത്തുതേരിക്കും മേ ബി അവര് പറഞ്ഞത് കേട്ടോ. എന്റെ പൊന്ന് ഗൈസ്, 4x4 അല്ലേ? 4x4. ഇവിടൊക്കെ കേറൂടാ, പുല്ല് പോലെ കേറൂടാ. എന്തെങ്കിലും അറിഞ്ഞോ? ഇത്ര തേരിയായിട്ട് എന്തെങ്കിലും അറിഞ്ഞു? അയ്യോ, ലാസ്റ്റ് കേറി വന്ന പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ മേലിൽ നിന്നുള്ള വ്യൂവില് ഗൈസ് നിങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല ആ തേരിയുടെ ഒരു വ്യാപ്തി.
ഇവിടെ ഏല തന്നെ ആയിട്ടാ നട്ടേക്കുന്നത്. ഇതിനപ്പോ ഹൈറ്റ് ഇങ്ങനെയുള്ള സ്ഥലത്തും പിടിക്കും. ബാക്കില് സാധനങ്ങളെല്ലാം കൂടി കിടന്ന് കിലുങ്ങും കേട്ടോ. തീ മുടിക്കിപ്പിച്ചോണം. ഫൈനലി നമ്മള് റീച്ച് ആയിട്ടുണ്ട്. അവിടെ ഒരു കുരിശൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സേഫ് ആയിട്ട് നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. വണ്ടി ഒരിടത്ത് പോലും ഒരു സ്ട്രഗിൾ ചെയ്തില്ല, നൈസായിട്ട് കയറി. സോ മഴയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കയറി ഇവിടെ അല്ല, അവിടെ ആ തേര് കയറിയില്ലേ, അവിടെ നീ ചെളിയും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യും. അല്ലാണ്ട് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഗൈസ്. വെയിലുണ്ട്. ഇപ്പൊ സമയം എത്രയാടാ? സമയം എനിക്കൊന്ന് ഒരു 12 മണിയായി കാണും. 11 മണിയായത് നമ്പർ എടുക്കാം കേട്ടോ. രക്ഷയില്ല. ഇതാണ് ഒരു കുരിശൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ സിനിമയിലൊക്കെ കണ്ടു കണക്കൊരു ലൂസിഫർ ഇതാണോ ഗൈസ്? ഇതാണോ അത് വേറെ എവിടെയെങ്കിലും ആണോ? നല്ല സിനിമകളിലെ എവിടേക്കോ കണ്ടു കണക്കൊരു ഓർമ്മ. അവരും പറഞ്ഞു ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് ഹോട്ടലിൽ നിന്നല്ലേ? വെയിലുണ്ടോന്ന് വെച്ചാൽ ചെറിയ പൊടിങ്ങനെ ഒരു ചൂട്. പക്ഷെ എന്നാണ് കാറ്റ് കാരണം അത് അറിയാൻ പറ്റുന്നില്ല. ഇത് കറക്റ്റ് 360 വ്യൂ കേട്ടോ. ഇവിടെ റിസോർട്ട് പണിഞ്ഞാൽ സെറ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ റിസോർട്ട് പണിയുള്ള സ്ഥലമുണ്ടോ? ഉണ്ട് പിന്നെ. കുട്ടി ഇറക്കി വിട്ടിട്ടുണ്ട്. ഓ മലയുടെ മുകളിൽ നമ്മള് വണ്ടി കിടക്കുന്നത് ലുക്ക് നോക്കി. ഏതാ മുഖമ്മേടി വന്നപ്പോ അമ്പുവിന് സ്വർഗം കിട്ടി അല്ലേ അമ്പു? അമ്പുട്ടാ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടോ? വരണോ? വന്ന് അല്ല, ഞാൻ വിചാരിച്ചു വരുന്നില്ലെന്ന്. ഇവിടുന്ന് ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ ഒരു കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. പ്യുവർ ഓക്സിജൻ ആയിരിക്കും അല്ലേ? ഭയങ്കര ഫീൽ ആട്ടോ. ഇവിടെ വന്ന് ഇന്നലെ നൈറ്റ് തൊട്ട് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു എനർജി അല്ലേ? ചുണ്ടിരി. നമ്മൾ ഇഡലിയൊക്കെ ടോണേ തിന്നായിരുന്നോ? ഇഡലി 2 ഇഡലി തിന്നോളൂ. വിശക്കുന്നോ? വെച്ചിട്ടുണ്ടെങ്കിൽ മാഗി ഉണ്ടാക്കി തരാം. മില്ലറ്റ് മാഗി ഉണ്ടാക്കാം. പറിച്ച നാരങ്ങ, നെല്ലിക്ക എടുക്കാം. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ക്യാരറ്റ്, ഗ്രീൻ ടീ. ഇതെന്തായിരുന്നു ഇത്? നെല്ലിക്ക താണ്ടിരിച്ചിന്. നെല്ലിക്ക നമ്മള് വീട്ടിലിട്ടാണ്. നല്ല കുരുമുളക് വേണ്ട കേട്ടോ. കാന്താരി നമ്മൾ പൊട്ടിക്കുന്ന കടിച്ചു കൊടുക്കും. മൊത്തം കൂടെ ആക്കി സെറ്റായോ? അടിപൊളി. ഉപ്പ് പിടിച്ച് നല്ല എരിയും. നല്ല അടിപൊളി കാന്താരി. ഇത് വെച്ച് പൊട്ടാട്ടോ. നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോരം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളുണ്ട് ഒരുപാട്. ഇതൊന്നും അല്ല, ഇവിടെ ഇഷ്ടംപോലെ വ്യൂ പോയിന്റ് ഉണ്ട് വേറെ.
എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. താഴെ കുഴിയാ. നാളല്ലേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി ചതുരംഗപ്പാറയ്ക്ക് പോവാണ് കേട്ടോ. അവിടെ ഏതാണ്ട് ഇനി 18 കിലോമീറ്റർ ഉണ്ട് യാത്ര. നമ്മൾ വന്നപ്പോൾ തന്നെ 2-3 വണ്ടി വന്നു കേട്ടോ. പക്ഷെ വന്ന അപ്പം തന്നെ അവർ നിന്ന് പോയി. നമ്മൾ കുക്ക് ചെയ്യാന്ന് വിചാരിച്ച, പക്ഷെ നമുക്ക് വിശപ്പില്ല. നമ്മൾ ആ നെല്ലിക്കൊക്കെ കഴിച്ച് അവിടെ കുറെ നേരം ഒരു ഡാൻസ് ഒക്കെ കാച്ചി ഇങ്ങനെ നിൽക്കുക. അമ്പുക്കൂട്ടം ഭയങ്കര ഓട്ടമായിരുന്നു. ഭയങ്കര ഓട്ടം. അവരെ കൈ ആദ്യം കഴിവട്ടോ. അവിടെയുള്ള മണ്ണും മൊത്തം എടുക്കണോ? എടുത്തോ. ഇതിലൊക്കെ ഒരു ആഗ്രഹം ഓഫ് റോഡ് ഓടിക്കണമെന്ന്. ഇവിടെ നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി, എന്നാലും ഇവിടെ കുറച്ച് ഇറക്കമുണ്ട്. പക്ഷെ നമ്മൾ ഓടിക്കട്ടെ. ക്ലാസ് താത്ത, അതാകുമ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാമല്ലോ. അമ്പക്കുട്ടി എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതെന്താടാ എടുത്തൊരു പറച്ചില്? കാലെടുത്തോ, പുതുക്കെ കയറട്ടെ. പുതുക്കെ കൊടുത്തോ, കാല് കൊടുത്തോ. റൈറ്റ് നിൽക്കണം കേട്ടോ. ചെറിയ വഴിയാണ്, പുല്ലുണ്ട്. അമ്പു അടങ്ങിയിരിക്കുമ്പോ അമ്മ ഇച്ചിരി നേരം ഓട്ടിക്കട്ടെ. അമ്പു വേണോട്ടാ, റൈറ്റ് പിടിച്ചാൽ മതി. നേരെയാക്ക്. ഈ അമ്പ് ഒരു അലമ്പാട്ടോ. മൃദുല വണ്ടി ഓടിക്കാൻ സമ്മതിക്കത്തേ ഇല്ല. പതുക്കെ മതിയെ. കീ എന്റെ പാന്റിൽ ഇരിക്കുവായിരുന്നു. ഈ പുല്ല് ഒരേയും കഴിയും. ഞാൻ ഓട്ടിക്കുന്നില്ല, ഞാൻ വണ്ടി ഓട്ടിക്കുന്നില്ല. കഷ്ടമായത്. അവിടെ കുറ്റിയുണ്ടേ. പതുക്കെ നിർത്തുവാണോ? ഇവിടെ അടിപൊളിയാട്ടോ. ഇറങ്ങാനൊരു കൊതി. വണ്ടി എപ്പോഴും പാർക്കിൽ ഇടണം. പാർക്ക് ഇട്ടിട്ട് സീറ്റ് ബെൽറ്റ് തന്നെ ഊരാവും. പാർക്കിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് പാർക്ക് ഇടേണ്ടത്. എന്തോ ഒരു അലമ്പാന്നറിയോ. ആ പെണ്ണിനത് ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കൂല. നമ്മളിതേ ഉടുമ്പൻചോല ടൗണിൽ വന്നു കേട്ടോ. അപ്പൊ നമുക്ക് മുട്ട വാങ്ങണം. പിന്നെ ഇവിടെ ഏലക്കൊക്കെ എത്ര വിലയെന്ന് എനിക്ക് ചോദിക്കണം. നമ്മൾ ലുലു മാളിൽ നിന്ന് 50 ഗ്രാമിന് 240 പറഞ്ഞത്. ഇവിടുത്തെ വിലയാണ്. ഏലക്കയും കൂടി വാങ്ങിച്ചിട്ട്. ഏലക്ക ഇല്ലല്ലോ വീട്ടിൽ? ഇവിടെ നല്ല ഏലക്ക കിട്ടുമല്ലോ. അപ്പം ഏലക്കയും വാങ്ങിച്ച്. നിനക്ക് ബണ്ണ് വേണോ? തലയിൽ കിട്ടാൻ എല്ലായിടത്തും തിന്നുന്ന ബണ്ണല്ലേ? തിന്നുന്നല്ല, തലയിൽ കിട്ടുന്ന. ഓക്കെ, ഇതാ വരുന്ന. അതിപ്പോ എത്ര രൂപ? 3600 രൂപ. ഇതിപ്പോ എത്ര രൂപയ്ക്കുണ്ട്? അത് 900 രൂപ. നമ്മൾ 250 ഗ്രാം ആട്ടോ വാങ്ങിച്ചേ. 250 ഗ്രാം നമുക്കായത് എത്ര രൂപയ്ക്കാണ് ഇതിന്? 400? 750 രൂപ. 750. പിന്നെ ഏലക്കയ്ക്ക് വിലയില്ലയോ. അത് പല ക്വാളിറ്റി ഉണ്ട്. ഇത് അത്യാവശ്യം ക്വാളിറ്റി കൂടി തന്നെ പറഞ്ഞേ. 250 ഗ്രാം. പക്ഷേ എന്നെ പറ്റിച്ചാണോ? നിങ്ങൾ കമന്റ് ചെയ്യട്ടോ, എനിക്കറിയത്തില്ല. നീ വിളിച്ചു പറഞ്ഞത് 60 ഗ്രാമിന് എത്രയാണെന്നാ പറഞ്ഞേ? അത് ക്വാളിറ്റി കുറവാണ്. അത് കാണാനും ഒരുമാതിരി ഗോൾഡൻ കളർ ഇരിക്കുക.
പല ക്വാളിറ്റി ഉണ്ടോ ഏലക്കൊക്കെ തന്നെ. ഇത് അവർ അകത്തുനിന്ന് എടുത്തു തന്നതാ. ഓരോ ഗ്രേഡ് ഉണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പിന് പോലെ തന്നെ ഗ്രേഡ് ഉണ്ട്. 750 രൂപയായി. ഞാൻ കുറയ്ക്കുമെന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. കിലോയ്ക്ക് 3000 രൂപ വിലയാണ് 1 കിലോ. അല്ലാതെ എനിക്കൊന്നും ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കുവാൻ ഇത്ര ആകത്തില്ലായിരിക്കും. അല്ല ഇവിടെ മൊത്തം ഇങ്ങനത്തെ കുറെ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഉടുമ്പുചോലയില് ഏലക്കയുടെ കുറെ ഷോപ്പുണ്ട്. ഏലക്ക മാത്രമല്ല, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തേൻ, നാടൻ തേൻ ഒക്കെ ഉണ്ട്. ഞാൻ പോയി മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. പൊട്ടിക്കല്ല ചെറുക്കെ. പ്രശ്നമില്ല. കാറ്റാടി കാറ്റാടി. എൻ്റെ ബാക്കിൽ വണ്ടി ജീപ്പുകാർ. എങ്ങോട്ട് പോകും? അങ്ങോട്ടല്ലേ വ്യൂ പോയിന്റ്? അവർക്ക് താഴോട്ട്. നമുക്ക് താഴോട്ടാ പോണ്ടേ? അങ്ങോട്ട് ആരോ വെച്ചേക്കണേ, അതുകൊണ്ട് ചോദിച്ചത്. നേരെ നട്ടിരിക്കുന്നത് ആ തോന്നുന്നു. അല്ലേ ഗൈസ്? ഇങ്ങനെ കാണിക്കും. അപ്പൊ അവര് പോകുന്നത് അങ്ങോട്ടായിരിക്കും. ഈ ജീപ്പാര് ഓഫ് റോഡ് ഉണ്ടോന്നുണ്ടല്ലോ, നമ്മളെ നടുപടിക്കും. എന്തോ പോക്കാന്നറിയുമ്പോ പോന്നെ. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല ഓഫ് റോഡ് പോണ്ടേ. പെതുക്കെ ആ കാഴ്ചകൾ കണ്ട് പെതുക്കെ ഇങ്ങനെ പോയാലേ രസമുള്ളൂ. സ്പീഡിൽ പോകുമ്പോ എല്ലാവർക്കും അഡ്വഞ്ചർ കിട്ടുമെന്ന്. പക്ഷെ നടുപടിയും നമ്മളെ ഊപ്പാട് അങ്ങനെയല്ല ഓഫ് റോഡ് പോകേണ്ടത്. ഓഫ് റോഡ് പോകുന്ന പെതുക്കെ ഉരുണ്ട് പോകണം. അതാണ്. അതായത് വണ്ടിയെ നശിപ്പിച്ചിട്ടുള്ള ഓഫ് റോഡിന് നമുക്ക് താല്പര്യമില്ല. പെതുക്കെ ഉരുണ്ട് കണ്ടാൽ അതെ, നമുക്ക് കാഴ്ചകൾ ഉണ്ടാ പോരെ അല്ലേ? കാറ്റാടി ഉള്ളിടത്ത് എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? ഇവിടെ ആദ്യമായിട്ടാ ഈ വഴി വരുമ്പോണ്ടല്ലോ ഇവിടുന്ന് മൊത്തം വ്യൂ പോയിന്റും കയറി കണ്ടുപോകണം. പിന്നെ ഈ സൈഡിലോട്ട് വരരുത്. എല്ലാം കാണണം. ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ടാലും വീണ്ടും വരാൻ തോന്നുന്നു. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ റോഡ് ഇട്ടുണ്ടോ? അടിപൊളി റോഡോ. ഇടയ്ക്കിടയ്ക്ക് അടുത്തടുത്തോട്ട് പോകുമ്പോ ആ കാറ്റാടി ഇങ്ങനെ അടുത്തടുത്ത് വരുന്നൊരു ഫീലല്ലേ? അയ്യോ, അടുത്ത് വന്നത്. ഇത്ര സൈസ് ഉണ്ടില്ലേ? ലീഫ് കൊണ്ടോ നമ്മള് കണ്ടിട്ടില്ലേ? ബാംഗ്ലൂർ പോകുമ്പോ ആ റോഡിൽ ഇങ്ങനെ കാണാം. ചെറുതുണ്ടോ? ഇതിന്റെ ഓഫീസ് കൊണ്ടുപോട്ടോ. അപ്പം ഇതിന് എത്ര കറണ്ട് ഉത്പാദിപ്പിക്കുമായിരിക്കും ഒരു ദിവസമൊക്കെ? എത്ര യൂണിറ്റ്? ഇത് കേരളത്തിനാണ് തമിഴ്നാടിന്റെ ലാഭം? ഇത് അറിയില്ല. അല്ലല്ല, കേരളത്തിന്റെ തോന്നുന്നുണ്ട്. കൊടി കേരളാണോ? എന്താ? ഇല്ല, കുഴപ്പമില്ല, പോവും. ഇത് കമ്പുണ്ടോ? ആണോ? തോനെ പോകണ്ടോ അവിടുന്ന്? തോനെ പോകണ്ടോ? ആ, ഇതുവഴിയാ പോണ്ടത്? ഇതുവഴിയാണോ പോണ്ടേ? ഇതിപ്പോ ഈ റൂട്ട് പാർക്കിങ്ങാ? ഓ, ഈ സാധനം ഒരയോന്നാ പറഞ്ഞേ. ഏതാ? ഈ കമ്പ്. അവർക്ക് ഓട്ടം വേണ്ടടാ. പക്ഷെ ഒരേയും കേട്ടോ, പുള്ളി പറഞ്ഞതും ശരിയാണ്. ആണ്ടാ, ഇതണക്കത്തെ കമ്പ് മൊത്തം മുൾച്ചെടികളാ. പെയിന്റ് പോകും. ഇവിടെ കുറച്ച് സാധനം ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ആ, എന്ത് പറ്റി? അയ്യോ, ഒറ്റയ്ക്കാക്കിട്ട് പോക്കളഞ്ഞോ? ഒരു മിനിറ്റ്. അപ്പുറം പോയിട്ട് വരുവാണോ? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവര് 6 പേർക്ക് ജീപ്പിന് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. നിങ്ങളപ്പോ അവിടെ തിരിച്ചു നടക്കുമായിരുന്നു നിങ്ങള്? ഞങ്ങൾ അവിടെ നിന്ന് വരുവാ. പക്ഷെ ജീപ്പിന് അധികം ആൾക്കാര് കയറാൻ പറ്റില്ല. അവിടെ ഇറക്കി വിട്ടോ? ഇല്ല, ഇവര് ജീപ്പില് കയറി അവിടെ തൊട്ടേ വരുവാ. നിങ്ങളുടെ വണ്ടിയോ ഇപ്പൊ നിങ്ങൾ വന്ന് അവിടെ പാർക്കിങ്ങിൽ കിടക്കും. ഓക്കെ. ജീപ്പിന് എത്ര രൂപ വാങ്ങിച്ചവര്? ഞങ്ങൾ അപ്പുറത്തെ സൈഡിലായിരുന്നു. ഇഷ്ടം പോലെ ഒന്നിന്റെ ചിറകൊക്കെ ഒടിഞ്ഞു കിടക്കുന്നു. ഒരെണ്ണം 2-3 കറങ്ങണില്ല കേട്ടോ. നോക്കി, അതിന്റെ ഒരെണ്ണം ഒടിഞ്ഞതാ. എന്റെ അടുത്തോട്ട് പോകണ്ട കേട്ടോ. മൊത്തം മെറ്റിലാട്ടോ. പിടിച്ചിരുന്നു കേട്ടോ. ഹായ്. അപ്പൊ ഇത് കേരളത്തിന്റെ അല്ല കേട്ടോ. അല്ല, തമിഴ്നാടൊന്നും ഇവിടെ കിടക്കണം.
വേണമെങ്കിൽ ഡ്രോൺ പോയി. ഞാൻ പറഞ്ഞില്ലേ തറ വെക്കാൻ പറഞ്ഞില്ലേ, ആ തറയിലോട്ട് പോയി. കാറ്റ് ഒരു രക്ഷയും ഇല്ല. ഒരു കുത്ത് കയറ്റോ, ചെറിയൊരു കയറ്റം. അവിടെ ജീപ്പ് പറയും. അതിലുണ്ടോ അവര് തിരിച്ചു പോവാണോ? വേറെ കുറെ ജീപ്പുണ്ട്. റോഡ് അവരുടെ ജീപ്പ് വന്ന് കൈസ് അവരതിൽ മിസ്സായി പോയത്. സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട് അവരെ. ഓക്കെ, ഇനിയിപ്പോ അവര് തിരിച്ചാലും എങ്ങനെ പോകുന്നില്ല? 6 പേര്. എനിക്ക് ഡൗട്ട്, അവരെങ്ങനെ അങ്ങനെ പോയി? എനിക്ക് മനസ്സിലായി. അങ്ങനെ പോയതില്ല, അവർ അതുവഴിയില് വരുന്നേ. അപ്പൊ ഇവരെ കേറ്റിയില്ലെന്ന് ജീപ്പില്, അവരവിടെ തൊട്ടേ ഇങ്ങ് വരെ നടക്കുവാ. ലോഡ് കൂടുകയുണ്ടോ? അവരെ കേറ്റിയില്ല. അടച്ചില്ലല്ലോ, ഡോർ അടച്ചു. പതിയെ 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 സൈഡൊക്കെ നോക്കി പതിയെ. വെളിയിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം അമ്പൂട്ട് ഉറക്കമാണ്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഭയങ്കര കേട്ടോ, പക്ഷെ മോളെ വ്യൂ ഒരു രക്ഷയുമില്ല. ആള് മേളിൽ കയറി നിൽക്കുന്നുണ്ടോ? ഹെൽമെറ്റ് ഇതോ ബൈക്ക് വെച്ച കേട്ടോ, ദൂരിറങ്ങി പോകുന്നുണ്ടോ? പോയോ? താഴെ പോയോ? ഞാൻ പേടിച്ചിട്ട് ഇല്ല, സ്റ്റോപ്പായ അവിടെ ആളെ നിൽപ്പുണ്ട്. സീരിയസ്ലി ആളെ നിന്ന് നമ്മളെ പറത്തി എടുത്തോണ്ട് പോകണം. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ല, അത്ര കാറ്റ് കേട്ടോ, രക്ഷയില്ലാത്ത കാറ്റ്. പക്ഷേ നല്ല വെയിലുണ്ട്, പക്ഷെ അതിന് ചൂടും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി കിടക്കുന്ന എവിടാന്ന് കണ്ടോ? അയ്യോ, ഇത് ഫുള്ള് നമ്മുടെ കമ്പന്തേനി തമിഴ്നാടാട്ടോ. തമിഴ്നാട് വ്യൂ. നേരെ പറന്നാ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാം, മേലോട്ട് ലാൻഡ് ചെയ്യാം. സ്വർഗം മേടില്ലേ, സ്വർഗം കാണാം. അടിപൊളിയാട്ടോ, സെറ്റ് വ്യൂ. കാറ്റാടി കേട്ടോ, അതാണ് വിഷയം. തമിഴ്നാട് കാണുമ്പോഴേ അറിയാം, ഇങ്ങനെ നിരന്ന് കിടക്കൂല്ലേ. അതെന്താ, നമ്മുടെ കേരളം മലയും തമിഴ്നാട് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് നല്ല നിരപ്പുവാ. അതൊക്കെയാണ് ഭൂപ്രകൃതി. അതിന്റെ മണ്ട കയറിയില്ല, അതിന്റെ മണ്ടേ സത്യം ഞാൻ പറയട്ടെ, ആളെ എടുത്തുകൊണ്ട് പോകുന്ന കാറ്റാ. നമ്മൾ ഇങ്ങനെ നിന്ന നമ്മുടെ ബാക്കിലോട്ട് അവിടെ ഒക്കെ മുകളിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു കാറ്റ് നല്ല അടിച്ച് ഒരു ബാലൻസ് ഇട്ട് വീണാണ്ടല്ലോ. കാരണം താഴെ നോക്കി കൊക്കയാണ്, താഴെ കുഴിയാ, ഒരു അന്യായം കാണത്തില്ല. ഈ ഇടയ്ക്കൊക്കെ റീൽസ് കണ്ടിട്ടുണ്ട് പിള്ളേരൊക്കെ വീഴുന്ന. എന്തിനാ നമ്മളിങ്ങനെയുള്ള സ്ഥലത്തിന് സാഹസികങ്ങളിൽ മുഴുകാതിരിക്കുക. ആക്കം തിരിയുന്നില്ല, സംഭവം ഉറക്കും. എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്ന. എനിക്ക് കുക്കി വേണ്ട, എനിക്ക് ആപ്പിൾ മതി. നല്ല വിശപ്പുണ്ട് ഗൈസ്. ആപ്പിൾ ചിയേഴ്സ് വിത്ത് വ്യൂ. ഓപ്ഷൻ ഇല്ല, നടക്കൂല, കുക്കറൊക്കെ പറക്കും ഗൈസ്. അപ്പൊ നമ്മള് ഇവിടുന്ന് മെല്ലെ ഇറങ്ങും കേട്ടോ. ആ വഴി കണ്ടോ? അതെന്തോ അടയം വണ്ടിയിൽ പോവായിരിക്കുമല്ലേ. ഇത്രയും കുഴിയായിട്ട് ഉറക്കമാന്ന് വണ്ടിയിലാവുമ്പോ. വീട്ടിലാണെ ഈ സമയത്ത് ഒന്നും ഉറങ്ങത്തില്ല. വ്യൂ രക്ഷയില്ല കേട്ടോ. അതിന്റെ വ്യൂ നോക്കിയേ, അടിപൊളിയാണ് കേട്ടോ. ചില വണ്ടികൾ ഇവിടം വരെ വന്നു, പിന്നെ മേലോട്ട് നടക്കണമെങ്കിൽ നടക്കല്ലേ. ഇവിടെ സുഖമായിട്ട് വരുമല്ലോ, മേലെ ഇച്ചിരി പാടുള്ളൂ. ആരാണോ എന്തുവാണോ വേസ്റ്റ് കൊണ്ട് തള്ളിയേക്കുന്ന കേട്ടാ. എന്റെ പൊന്നി, ഇത്രയും നല്ലൊരു സ്ഥലമാണ്. ആരാണോ എന്തോ അവിടെ അങ്ങനെ കൊണ്ട് തള്ളിയേക്കുള്ളൂ. ആകെ ഇച്ചിരി നല്ല ഓക്സിജൻ കിട്ടുന്ന ഇവിടുന്നൊക്കെ ആട് അവിടെ കൊണ്ട് അത് ഇച്ചിരി നല്ല തോനെ ചാക്ക് കണക്കിന്.
കാണണം. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ തോന്നില്ലായിരിക്കും, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു സാധനം നമ്മളെ തൊട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്നിരിക്കും കേട്ടോ. നമ്മളതിന് കീഴത്താ നിൽക്കുന്നേ. നമ്മള് ചതുരംഗപ്പാറ ഇറങ്ങി അതിന്റെ ഓപ്പോസിറ്റ് സൈഡുള്ള കള്ളിപ്പാറ, 2 കള്ളിപ്പാറ കാണിക്കുന്നുണ്ട് മാപ്പിൽ. എനിക്കറിയാൻ വയ്യ, 2 കള്ളിപ്പാറ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇത് നമ്മളെ ചതുരംഗപ്പാറ അടുത്തുള്ളൊരു കള്ളിപ്പാറ. തൊട്ടാ ജീപ്പ് ജംഗ്ഷന്റെ അവിടുന്ന് ഇങ്ങോട്ട് റോഡ്, അങ്ങോട്ട് ചതുരംഗപ്പാറ, ഇങ്ങോട്ട് കിള്ളിപ്പാറ. പക്ഷെ ആ ജീപ്പ് കിടക്കുന്നതിന്റെ അവിടം വരെ ഈ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നോർമൽ വണ്ടികൾ വരും കേട്ടോ. അവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എന്തോന്ന് അറിയത്തില്ല, നമ്മള് ചുമ്മാ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. വഴി കിടക്കുന്നു, എന്തോ സംഭവം മാത്രം അറിയാൻ വയ്യ. ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നേന്ന് തോന്നല്ലേ. റോഡ് കാണുമ്പോ അറിയാം വണ്ടി പോകുന്ന. ഇടക്കിടക്ക് കുഴികളുണ്ട്, ഇല്ല അതുപോലെ. കുഴപ്പമില്ല. എല്ലാ റോഡ് നല്ല കൊട്ട ഉണങ്ങി കിടക്കുക. മഴ പെയ്യണം മൃദുല ഇവിടെ. നീ അങ്ങ് പോയിട്ട് തിരിക്കാൻ സ്ഥലമില്ലെങ്കിൽ പെട്ട് കേട്ടു. അതെനിക്കറിയത്തില്ല. ഓഫ് റോഡ് എന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടല്ലേ. അതാണ്, പക്ഷെ തിരിക്കാൻ സ്ഥലമില്ലെങ്കിൽ മൊത്തം റിവേഴ്സ് വരേണ്ടി വരും. കണ്ട ഇവിടെ മാപ്പ് തീരുക. കണ്ടോ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഡയറക്റ്റ് നമുക്ക് അങ്ങ് ഇറങ്ങാം. ഇതില്ലേ ഒരു ഒറ്റപ്പെട്ട ഫീല്, ഫുള്ള് കാട് ഇല്ലേ, ആരും സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്തിൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഓഫ് റോഡ് ചെയ്യണം. വണ്ടി ഒന്നും കുടുങ്ങിപ്പോയാൽ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല, റേഞ്ച് പോലും കാണത്തില്ല. മനസ്സിലായി, ഇതൊക്കെ ഹൈ റിസ്ക്. അതുകൊണ്ട് ഇങ്ങനത്തെ കല്ലുകളായും നമുക്ക് ഇവിടെ തിരിക്കാൻ വേണം കേട്ടോ. ഇവിടെ കയറ്റി തിരിക്കാൻ പറ്റും. വേണ്ടല്ലോ, എന്തായാലും അങ്ങ് പോവല്ലേ. താഴോട്ട് എന്തോ വഴി, എന്തോ സംഭവം അറിയണോ. കണ്ടിട്ട് വരാം. നല്ലൊരു ചിത്രശലഭം അടിപൊളി കേട്ടോ. നമ്മൾ ഇതുപോലത്തെ വഴിയിലൊക്കെ മുന്നേ അന്ന് പോയതുപോലൊരു ഫീല് അന്ന് പോയപ്പോ. അതുകൊണ്ടാ നടക്കുന്ന വണ്ടി സ്കൂട്ടി അമ്പൂനെ ഉണത്താണേ. അമ്പൂനെ ഉണത്താം. ഇവിടെ നല്ല ഉറക്കം ഉണത്താം. ഒരേയും കേട്ടോ, അതായത് ഈ വള്ളി എല്ലാം ഉണ്ടോ. നമ്മുടെ വണ്ടി ഈ വൈറ്റ് വണ്ടി PPF ചെയ്താൽ യെല്ലോയിഷ് ആവും. അതുകൊണ്ട് അതിന്റെ ഞാൻ ചെയ്യാത്ത. ബ്ലാക്ക് വണ്ടിയിലൊക്കെ ചെയ്താൽ പിന്നെയും കുഴപ്പമില്ല. പിന്നെ എത്ര കൂടി സാധനം ഇട്ടാലും കുറെ നാള് വെയിലടിക്കുമ്പോൾ ഒരു യെല്ലോ കളർ വരും. പയ്യനിങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ അവനെ കാണാൻ. അവിടെ ഒരു സ്കൂട്ടി ബൈക്കും ഇരിക്കുന്നു. പ്രദേശം ഒരു ജീപ്പ് വന്ന് 3G. നല്ല ചേട്ടൻ ഒഴിഞ്ഞല്ല, അവിടെ അങ്ങോട്ട് കേട്ടാനാ പറയുന്നത്. അല്ല അവിടെ കുഴിയ ഇതാ പുറയോടെ. കുഴപ്പമില്ലടാ, ഇങ്ങോട്ട് പോവാടാ. നീ അങ്ങോട്ട് പോയിട്ട് റിവേഴ്സ് പോവാ. അതാണ് അവിടെ ചെളിയാ, നമ്മളെ ഇറക്കിയത് ചെളിയാ. ഇതുവഴി പോവോ? അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നു. പക്ഷെ വേറെ ഒരു ജീപ്പ് കൂടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്തോ ഉണ്ട് സംഭവം. എന്തോ വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ ബാക്ക് കണ്ടോ, നമ്മള് നല്ല ചെടിയിലായിരിക്കുന്നു. കാരണം 2 ജീപ്പ് പോകണം. ചേട്ടാ അവിടെ എന്തോ വ്യൂ പോയിന്റ് ഉണ്ടോ? അത് നമ്മള് നേരത്തെ കണ്ട ചേട്ടനാണ്. കേട്ടിട്ടോ നമ്മൾ ഇറങ്ങി ചെളിയിലാ. കണ്ട സ്ലിപ്പാവണുണ്ടോ, അതെനിക്ക് മനസ്സിലായില്ലേ. അതുകൊണ്ട് ആ ചേട്ടാ അവിടെ ഒതുക്കി തന്ന ചെളിയിൽ ഇറക്കട്ടെ. അയ്യോ ടയറ് മൊത്തവും ചെളിയായി. ചെളി എന്ന് പറഞ്ഞ കട്ടക്ക് ആ ഗ്രിപ്പിനകത്ത്. അതിന് മൊത്തം അടിക്കും. പതിയെ പതിയെ പോട്ടെ. പതിയെ കുലുങ്ങി 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 കുലുങ്ങി. ഇതൊക്കെ വെളിയിൽ നിന്ന് എടുക്കുന്ന ഐസായിരുന്നു. പക്ഷെ അങ്ങോട്ട് ഉറങ്ങുന്നോണ്ട് ഇവിടെയും കാറ്റാട്ടോ. ഇവിടെയും കുക്കിംഗ് നടക്കൂല. ഇവിടെ നല്ല വേറൊരു വ്യൂ പോയിന്റ് ആട്ടോ. ഞാൻ അടുത്ത് ഇഷ്ടം പോലെ വ്യൂ പോയിന്റ്. എല്ലാം മലകളല്ലേ, ഓരോരോ മലയ്ക്ക് ഓരോരോ പേരിട്ട് എല്ലാം വ്യൂ പോയിന്റില്. ചേട്ടൻ പറക്കുന്നു. ചേട്ടാ നല്ല റോഡാണ്, നല്ല രസമുണ്ട്. ചേട്ടൻ എൻജോയ് ചെയ്യണ്ടേ.
അവിടെ നമ്മള് വണ്ടി ഉണ്ടോ ഇവിടെ ഹോണടിച്ച് പോട്ടെ. ഇനി പോണല്ലേ ഇപ്പോ? തീർന്നു വഴി ഇവിടെ തീർന്നു. ആണോ എന്റെ കണ്ടോ കണ്ടോ നമുക്ക് നോക്കാം എന്തോ നോക്കണം. അടിപൊളി. കുഴി പതിയെ ഇവിടെ ഉണ്ട്, റോഡിലും ഉണ്ട് കുഴി. അയ്യോ ഞാൻ പറഞ്ഞു. അയ്യോ മാപ്പില് വഴി പോലും ഇല്ല. ഇതാരോ ഈയിടെ വെട്ടിയ വഴിയായിരുന്നു. ഇവിടെ വെച്ച് രണ്ടായിട്ട് പിരിയുന്നു. ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും. ഇങ്ങോട്ട് ആണോ ഇങ്ങോട്ടാണോ? ഇതോ അവിടെ വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. വണ്ടി പോയിട്ടുണ്ട് പക്ഷേ ഇല്ല, മേലെ കിടക്കുന്ന വണ്ടിയാണോ? അത് വണ്ടിയാ. അപ്പൊ ഇത് അങ്ങോട്ടുള്ള വഴിയായിരിക്കും. അയ്യോ എന്റെ വണ്ടി എന്റെ ദേഹത്ത് പൊള്ളലേക്കുന്ന പോലെ ഒരു വേദന. അയ്യോ സഹിക്കുന്നില്ല ഗൈസ്. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു ഇവിടെ കുറെ ആരെങ്ങനെ നിർബന്ധിച്ച് വിട്ട പോലെ. നീ ഗ്ലാസ് അങ്ങ് അടച്ചാലോ? ഗ്ലാസ് അടച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഇവിടം വരെ ഉള്ളു കേട്ടോ പാട്. പക്ഷെ എന്റെ വണ്ടി വരെ ഇങ്ങോട്ട് പിടിക്കണ്ട. ഈ സാധനം കണ്ടോ? കമ്പ് കണ്ടോ? മൂർച്ചയുള്ള കമ്പ് കേട്ടോ. ഈ ഒരേ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് വല്ലാണ്ട്. ആ ചേട്ടൻ പറഞ്ഞായിരുന്നു അവിടുന്ന്. മൈ ഗാഡ്. മനസ്സിലായോ നിനക്ക്? അടിപൊളി കേട്ടോ. ചതുരംഗപ്പാറ വെച്ച് സൂം ചെയ്ത് കാണിച്ചു. അതുകൊണ്ട് ആ മല അങ്ങനെ വെട്ടി വെട്ടിട്ടേക്കുന്നുണ്ട്. ആ വഴിയത് ഓഫ് റോഡിന് 2-way ലൈനൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങോട്ടൊരു വഴി ഇങ്ങോട്ടൊരു വഴി. തിരക്ക് വേണ്ട. ആ ഒരു സീനേ ഉള്ളു കേട്ടോ. അവിടെ ഇച്ചിരി പാടാണ്. അവിടെ ഒരേ അതാ ചെടികൾ അങ്ങനെ കിടക്കുന്നുണ്ട്. റോഡിന്റെ പാടല്ല, അത്യാവശ്യം നല്ല റോഡ്. ഈ സൈഡ് നല്ല റോഡ്. അവിടെ എന്തൊക്കെയോ അവന് വണ്ടർലേ ആയത്. ഇവിടം വരെ വെട്ടിയിട്ടേക്കാണ്. അവിടെ ഇപ്പുറത്തെ നല്ല റോഡുണ്ട്. കുഴിയാക്കി ഇട്ടേക്കുന്ന. പക്ഷെ ഇപ്പുറത്തോടെ പോവാം. ആ വെട്ട് കറക്റ്റ് അവിടെ അറിയാനും പറ്റുന്നുണ്ട്. ദൂരെ വയ്ക്കുമ്പോ പോലും ആ ഒരു വെട്ട് കണ്ടായിരുന്നു. പറഞ്ഞില്ലേ ഗൈസ്, ടയർ അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ? കണ്ടോ കണ്ടോ, ഫുള്ള് ആ കുഴിയിൽ ഇറങ്ങി. മൊത്തം അഴുക്കായ ടയർ. പോടി പറ്റി. എനിക്ക് ടയറാ വണ്ടിയുടെ നല്ല ലുക്ക് അല്ലേ? അത് അഴുക്കാകുമ്പോ എന്തോ പോലെ. അമ്പുക്കുട്ടി വേണമെന്നേ. നമ്മള് വീണ്ടും മലകേടാൻ മണ്ണം. നീ നല്ല ഉടക്കുവായിരുന്നു. നീ കേട്ടോണ്ട് കിടക്കുമായിരുന്നു എല്ലാം. എന്തുവാ എന്തോ പടയുന്നത് തുടങ്ങി എഴുന്നേറ്റ്? നീ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഓഫ് റോഡ് എൻജോയ് ചെയ്യുന്നുണ്ടോ തങ്കം? ആളെ പറത്തിക്കൊണ്ട് വന്ന ടൈപ്പ് കാറ്റാട്ടോ. രക്ഷയില്ല. നമ്മൾ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും. അയ്യോ കാറ്റ് ഒരുപാട് വരുമ്പോൾ അമ്മ ഇങ്ങനെ കിടക്കും കേട്ടോ. അയ്യോ നമ്മൾ നടന്ന് നോക്കി. ഇവിടെ കുഴി കെട്ടിയിട്ടേക്ക് നോക്കി കണ്ടോ? ആ റോഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ വേറെ റോഡും വെട്ടി. എൻ്റെ മോനെ വണ്ടി കിടക്കുന്ന നോക്കിയേ. എന്ത് ചെയ്തോ വാ ഇങ്ങോട്ട്. അയ്യോ ഒരു സൈഡിൽ കുഴിച്ചിട്ടേക്കുന്ന റോഡ് എന്തിനാണോ ഇങ്ങനെ നോക്കി.
ഓടിക്കോ ഓടിക്കോ. ഭയങ്കര കാറ്റാട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാ, ഭയങ്കര കാറ്റാ, അടിച്ചു പുറത്തു പോവാ. വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ എന്റെ മോനെ രക്ഷയില്ല. ഡോറ് അടയും കേട്ടോ. ആ ഡോറ് നോക്കണേ. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. ഇതാ വ്യൂ പോയിന്റ്. മൈൻഡ് വോയിസ് ആണേ. കണ്ട മലയെല്ലാം നമ്മൾ കയറി നടക്കും കേട്ടോ. ആ മലയിലാണ് നമ്മളിപ്പം പോയത്. അതാണ് ചതുരംഗപ്പാറ. ആക്ച്വലി ഇതല്ല കള്ളിപ്പാറ, ഇതും ചതുരംഗപ്പാറയുടെ ഒരു സൈഡ് തന്നെയാണ്. പക്ഷെ മാപ്പിൽ ഇതും കള്ളിപ്പാറ എന്നാണ് കാണിക്കുന്നത്. യഥാർത്ഥ കള്ളിപ്പാറ തോണ്ടാത്ത. നമുക്ക് തോന്നുകയാണ് ഇതിനെക്കാട്ടി ഹൈറ്റ് ആണെന്ന്. പക്ഷെ ഇതെല്ലാം ഒരു മല നിൽക്കുന്ന ഒരു മല ഹൈറ്റ് കുറഞ്ഞ കൂടി കണക്ക് തോന്നും. എല്ലാം ഒരേ ഹൈറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ആ ജീപ്പ് കിടക്കുന്നുണ്ടോ, അതാണ് യഥാർത്ഥ കള്ളിപ്പാറ. എന്തോ കൊണ്ട് കുഴിച്ചിട്ടേക്കുക, എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്നാൽ വേറെ സൈഡിൽ കൂടെ റോഡ് വണ്ടി വരുന്നുണ്ട്. ജീപ്പൊക്കെ എല്ലാരും വരുന്നുണ്ടല്ലോ. പിടി എല്ലാരും പോയി നമ്മളെ. നമ്മള് മെല്ലെ കുന്നിറങ്ങുകയാണ്. രണ്ടാമത്തെ കുന്ന് ഇറങ്ങുന്നത്. ഇവിടുന്ന് നോക്കുമ്പോ അതല്ലേ ഹൈറ്റ് ആയിട്ട് തോന്നുന്നു. പക്ഷെ അവിടെ നിന്നപ്പോ ഇത് ഹൈറ്റ് ആയിട്ട് തോന്നി. പക്ഷെ അവിടെയും പിന്നെ വ്യൂ എങ്കിലും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതാ ഹൈറ്റ്, അതാ ഏറ്റവും. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇത് വെക്കത്തില്ലല്ലോ, കാറ്റാടി. അതാണ് ഏറ്റവും ഹൈറ്റ് അല്ലേ? അല്ല അവിടെ കാറ്റ് കൂടുതല്, ഇവിടെ അത്രയും കാറ്റില്ല. മേല് ഭയങ്കര കാറ്റ്. അതുകൊണ്ട് നമ്മള് താഴെയും കാറ്റാണ്. താഴോട്ട് ഇറക്കിയിട്ട് അതെ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട്. സോ നമ്മള് ചേറാ നമ്മളൊന്ന് ഇവിടെ കുക്ക് ചെയ്ത് എന്തെങ്കിലും കഴിക്കാം. ഭയങ്കര വിശപ്പ് ഗൈസ്. ഭയങ്കര കാറ്റ് കേട്ടോ. ഇത് ഇനി എവിടെ പോയാലും കാറ്റാ മൃതില്ലേ. ഇനി എവിടെ പോയാലും ഏത് വ്യൂ പോയിന്റ് പോയാലും കാറ്റാ. നമ്മള് ആകപ്പാടെ കാറ്റ് കുറവുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മേട് അവിടെ ആയിരുന്നു ആകെ ഇച്ചിരി കാറ്റ് കുറവുണ്ടായിരുന്നു. അത് പറക്കും. കൂളിംഗ് ഗ്ലാസ് വെച്ചാ അതിനിടയ്ക്ക് എനിക്ക് കണ്ണുറക്കം ഞാൻ വെക്ക എടുത്തതാ. ഒരു കാര്യം ചെയ്യാം, ആ കവറ് നേരെ കാറിന് അകത്തോട്ട് ഇട്ടോ. പറന്നുകൊണ്ടല്ലേ തമിഴ്നാട്ടിൽ പോയി നിക്കും. കസേരയും പറക്കും കേട്ടോ. കസേര ഇരുന്ന പറക്കൂലടാ. ലോക്ക് എങ്ങനാ? ജസ്റ്റ് നൂത്താ മതി എന്ന് തോന്നുന്നു. അല്ല അങ്ങോട്ട് നിരപ്പത്തോട്ട് പോയി. ഞാൻ അവിടെ ഇരിക്കാം, നീ കുക്ക് ചെയ്. ഞാനും അമ്പക്കൂട്ടും അവിടെ ഇരിക്കാം. ആ സെറ്റ്. അടിപൊളി. ഏതാ മൂട്. നമ്മക്ക് ഇവിടെ ഇരിക്കാടി. നല്ല കാറ്റാണ് കേട്ടല്ലോ. അയ്യോ അവന് ബാലൻസ് ചെയ്യാൻ പറ്റണില്ല, അമ്മാതിരി കാറ്റാ. ഇങ്ങോട്ട് വാ. എന്താവൂന്ന് അറിയത്തില്ല സംഭവം. ഇവിടെ എല്ലായിടത്തും കാറ്റാ. നിങ്ങൾ പറയുന്ന കണക്ക് നമ്മളത് 3800 അടിയാന്ന് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞേ. പൊടി അടിച്ച് കണ്ണി കയറുക. കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പറ്റുന്നില്ല. തൊപ്പി ഇപ്പൊ പറന്നു പോയാലേ. എങ്ങനെ കുക്ക് ചെയ്യുന്ന വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മള് ഇതൊരു ചലഞ്ച് ആയിട്ട് എടുത്ത് നമുക്കിത് നടത്തണം മൃതിലേ. ഓക്കെ, പിന്നെ ഒരു സാധനം നമ്മളെ ഒരു കാറ്റിനെ തടയുന്ന ഒരു സാധന സാമഗ്രികളൊക്കെ നമ്മളെ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇവിടെ വർക്കാവും എന്ന് അറിയില്ല. കുഴിച്ചു വെക്കണം. ഇത് കാറ്റിങ്ങല്ല, കുഴിച്ചണ്ട. ജസ്റ്റ് തന്നെ നമ്മള് കുക്ക് ചെയ്യുന്നതിന്റെ ചുറ്റും വെച്ചാൽ മതി സാധനം. മനസ്സിലായില്ലേ? ഇരുന്നോളൂ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതുകൊണ്ടൊന്നും തടുക്കാൻ പറ്റൂന്ന്.
ഇറങ്ങിയിട്ട് വല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനില്ലേ? അതങ്ങനെ നടക്കും, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ബോക്സിൽ നമ്മുടെ അന്ന് വാങ്ങിച്ച നമ്മുടെ കുക്കിംഗ് സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റൗ ഉണ്ട്. പക്ഷെ അതിനകത്ത് വെച്ച് തന്നെ കുക്ക് ചെയ്താലോടാ ഉരുവോ? പിന്നെ ഉരുവായിരിക്കും അല്ലേ? ഹീറ്റ് ആവും. ശരിയാ. എല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെ ഈ കാറ്റ് ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പൊടിക്കാറ്റും ഉണ്ട് ഇടയിൽ കൂടെ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ മറവിലോട്ട് ഇട്ടിട്ടുള്ള ചെയ്യാനുള്ള പ്ലാനിങ്. അപ്പം വലിയ എന്നാലും കാറ്റുണ്ട്. എന്നാലും അത്രയല്ല, ജസ്റ്റ് അതിനകത്തോട്ട് വെച്ച ക്ലിപ്പിനാക്കാൻ പറ്റും. ജസ്റ്റ് ആ ക്ലിപ്പിലോട്ട് കയറ്റിയാൽ മതി. ഗ്യാസ് കത്തുന്നുണ്ട്, പക്ഷെ കാറ്റ് കാരണം അണഞ്ഞു പോവാ. ഇതൊന്ന് വെച്ച് നോക്കാം, കാരണം അവിടുന്ന് കാറ്റടിക്കുന്ന കേട്ടോ ഗൈസ്. അവിടെ ഒടുക്കത്തെ കാറ്റായതുകൊണ്ട് നമ്മള് ചെറുതായിട്ട് പ്ലേസ്. അതെ, അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നാൽ ജീപ്പ് ഇടക്കുന്നതിന് ഇവിടെ അത്യാവശ്യം കാറ്റ് കുറവുണ്ട് കേട്ടോ. സോ ഇവിടെ ഇട്ട് ഇവിടെ കുഴപ്പമില്ല. ഒരു കാറ്റുമില്ല ഇവിടെ. ആദ്യം ഇവിടെ ഇട്ടാൽ മതി, നടക്കത്തില്ല. കാരണം പൊടി മാഗിയുടെ കൂടെ പൊടിയും കൂടി മിക്സ് ആവും. സത്യം. കത്തിയില്ല, തീ കത്തിച്ചില്ല. ഞാൻ ആദ്യം ഒന്ന് കഴുകിയിട്ട് കുക്കറിനകത്തങ്ങ് പൊടി കയറുവാ. കത്തിയല്ലോ. കത്തി മാക്സിമം ആണ്. കുറച്ച് വെക്കാലോ. നമ്മള് കുക്കറിന്റെ വില മാറ്റിയില്ലല്ലേ? പുതിയ കുക്കറല്ലേ? പുതിയ കുക്കറായിരുന്നു. ഹോക്കിൻസ് കുഞ്ഞു കുക്കർ കേട്ടോ. നമ്മളെ കുക്കർ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിലും ട്രിപ്പിനും ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മള് കുക്കിംഗ് സാധനം വെക്കുന്ന ബോക്സ്. ഒലിവ് ഓയിൽ. എന്താണ് നൂഡിൽസ്? ഏതാണല്ലേ അമ്പൂട്ടനെ? മില്ലറ്റ് നൂഡിൽസ് ആട്ടോ വെക്കുന്നേ. അമ്പക്കുട്ടി ഇറങ്ങ്, ഇവിടെ നിക്കങ്ങോട്ട്. എന്തുവാ നിങ്ങൾ മടിയിൽ ഇടിക്കട്ടുള്ളൂ? അവരിപ്പോ വേണം. എന്തുവാ പരിപാടിയില്ല, നമ്മോട് വലിയ തിരക്കില്ല. ഇവിടെ ഓരോരുത്തരും ജീപ്പിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്നു, വ്യൂകൾ കാണിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇവിടെ ആരോട്ട് വഴി പറഞ്ഞു തന്ന ചേട്ടനാട്ടോ. നമ്മളൊരു സെറ്റ് വാങ്ങിയായിരുന്നു. ഇതിനകത്ത് ഫുൾ കിറ്റോടെ വരുന്നത്. ഇതെന്ന് വെച്ചാൽ കട്ടിംഗ് ബോർഡും വരുന്നുണ്ട് അതിന്റെ കൂടെ. ഇതിൽ നമുക്ക് ഒരു ഇരുമ്പെടുക്കാം. കുഞ്ഞിനെ മാറ്റി നിർത്തിക്കോ. നമുക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണം. കുഞ്ഞിനെ മാറ്റിക്കോ. അമ്പുകുട്ടി വാ. നാടൻ മുട്ടായി. സത്തം. ഈ സ്റ്റവ് കാണാനൊരു വൃത്തിയുണ്ടല്ലേ? കാണാൻ നല്ല രസമുണ്ടല്ലേ? നല്ല നീല കളർ. 2 മുട്ട 3 മുട്ട വേണോ? 3 മുട്ട കേട്ടോ. എന്നാ പിന്നെ 4. പിന്നെ അതങ്ങ് തീർക്ക്. ഇനി നമ്മളായിട്ട് ഒരു വേസ്റ്റ് ഇടത്തില്ല ഗൈസ്. എല്ലാം നമ്മളെ കവറുണ്ട്. എക്സ്ട്രാ കവർ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ കൊണ്ടേ പോകത്തുള്ളൂ കേട്ടോ. അമ്പുക്കുട്ടി ഇത് എവിടെ ഉലാത്തു കേട്ടോ. മുട്ട വീട്ടിലായിരുന്നു ഞാനിത് വടിച്ചിട്ടേനെ. ഇപ്പൊ സമയം ഇല്ലാത്തോണ്ട് ഞാൻ വടിക്കുന്നില്ല. അത് പെട്ടെന്ന് ഇളക്കിക്കോ, കരിഞ്ഞാൻ സാധ്യത കൂടുതലാണ്. തവിയാ നോക്കുന്നത്. ഇപ്പൊ തൽക്കാലം സ്പൂൺ തവി കൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. ശരി, ഉപ്പിടാവേ നമുക്ക്. കൊഞ്ചം സോൾട്ട്. ഇനി ഇളക്കുക. കുറച്ച് ഉപ്പിട്ട് കേട്ടോ. അവര് മേല് പോയില്ല കേട്ടോ, ഇവിടം വരെ പോയതേ ഉള്ളൂ. മേല് പോയില്ല. തരാടി, എന്റെ പൊന്നിനാടി അമ്മ ഉണ്ടാക്കുന്നേ. ശരി, ഇവിടെ ഉപ്പിടാ. കേറുവാ. എടുത്തോ പതിയെ കേറുവാ. പിടിക്കും. ഉള്ളുവിടാൻ പോ. പിടിച്ചാ കുഴപ്പമില്ല, കരയട്ടെ, പ്രശ്നമില്ല. ഇങ്ങ് വാ. എവിടെ പോവാ? നടക്കട്ടെ, അതൊക്കെ നിരപ്പ് വൈബ് ഉണ്ടല്ലോ ഗൈസ്. സത്യം, വേറെ രക്ഷയില്ല. ഞാനേ ഇരുമ്പ് ഇങ്ങോട്ട് വെച്ചായിരുന്നു. വെള്ളം 1 മിനിറ്റ് ഇടുന്നുള്ളൂ. 2 ഇടണോ? 2 ഇട്. ഓക്കേ. വീട്ടിൽ കൊടുത്താ തിന്നുന്നില്ല നിന്റെ മോൻ. അവന് വിശക്കുന്ന കേട്ടോ. എനിക്ക് നല്ല വിശപ്പ്. വെള്ളം തിളച്ച്. അമ്മ തരാം. അങ്ങനുണ്ട്. മുട്ട നമുക്ക് സൈഡിൽ നിന്ന് അമ്പൂട്ടിനെ കൊടുത്തു കൊടുക്കാം കേട്ടോ. ഇല്ല, അവൻ കയ്യിലെ വാങ്ങിച്ചു കഴിക്കും. അയ്യോ വെയിലായില്ലേ? ഇപ്പൊ വെയിലായി, കുഴപ്പമില്ല, മാറും. മുതുകത്ത് തന്നെ അടിക്കുന്നു കേട്ടോ വെയിൽ. എന്റെ മുഖത്ത് തന്നെ അടിക്കുന്നു വെയില്. ഇത്ര നേരം വെയിലില്ലായിരുന്നു. കാലാവസ്ഥ നിൽക്കുന്ന നിപ്പില്ല കേട്ടോ, മാറുന്നത്. ഒരു മഴ എങ്ങ് വേണം. എന്താ അഭിപ്രായം? അപ്പൊ പിന്നെ നൂഡിൽസ്, വെള്ള നൂഡിൽസ് ആയിരിക്കും. സൂപ്പ് ഇതില്ല. ഈ പൊടി ഇടത്തില്ല? പൊടി ഇടണം. അമ്പൂട്ടനെ സൈഡിൽ കൂടെ ഊട്ടോ. തുപ്പരുത് അമ്പു, തുപ്പരുത്. ഇപ്പൊ നോക്കി കാടി കിട്ടും. ഫുഡ് കൊടുത്താൽ ഫുഡ് കഴിക്കണം. ഇന്ന് പ്രോട്ടീൻ കിട്ടിയില്ലല്ലോ. ഇനി അടുത്തെന്താ പരിപാടി? പൊടികളിടാം.
പപ്പാ കൊടു പപ്പാ. പപ്പ തരാം പപ്പ. പപ്പാന്ന് വിളിക്കണ്ട, എന്നെ അച്ചാന്ന് വിളിച്ചാ മതി. നിന്റെ പപ്പ നോക്കൂ. ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കുന്നതാണോ? പപ്പ ആ പപ്പ പൊടിയൊക്കെ ഇട്ട് ഇനി റെഡിയാക്കി ഇട്ട് വരാം ഗൈസ്. ഏട്ടൻ മുട്ട വായിക്കൊണ്ട് തുപ്പുന്നു. മമ്മ 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 പപ്പ. അമ്മ പപ്പ. ആര് പറഞ്ഞു വന്നാ എന്തോ? അച്ഛനും അമ്മ അത് മതി കേട്ടോ. എന്റെ മമ്മ പപ്പ. ആ വലിയ പരിഷ്കാരം. അതുകൊണ്ടല്ല എനിക്ക് ഇഷ്ടം എന്നെ അച്ഛാന്ന് വിളിക്കുന്നത്. വേറെ എന്നെ അമ്മാന്ന് വിളിക്കുന്നത് ആ വിളിയിലുള്ള ക്യൂട്ട്നെസ് മമ്മ പപ്പാലൊന്നും കിട്ടൂല. കിട്ടത്തില്ല. എനിക്ക് അതാ ഇഷ്ടം. ചെറുക്കൻ പക്ഷെ ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത്. മമ്മ പപ്പ. അത് ഈ കാർട്ടൂൺ കാണുന്നതാ. ഇച്ചിരി ക്യാരറ്റും ഉണ്ടായിരുന്നു, കളർഫുൾ ആയേട്ടോ. ഫുഡ് റെഡി. കാറ്റ് നമ്മൾ ചെയറൊക്കെ സെറ്റ് ചെയ്തെല്ലാം പുഴുത് വീണു കേട്ടോ. അമ്പൂന് ഫുഡ് എടുത്താൽ പിന്നെ അപ്പം വേണം. അമ്പൂട്ടിനെ തന്നിട്ടേ അമ്മ കഴിക്കും. നിങ്ങളിരുന്നോ. ദേ മുട്ട മാഗി റെഡി. മുട്ടയെ കൂടുതലില്ലേ മാഗി കൂടുതൽ 4 മുട്ട ബിയോ ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കണം ഗൈസ്. തണുത്ത് കേട്ടോ സാധനം. അതിനിടയ്ക്ക് നൂഡിൽസ് പറക്കുന്നു. അടിപൊളിയാ, അടിപൊളി. ഇതെന്ത് ഹെൽത്തിയാ മാഗി കാട്ടി. അതുകൊണ്ട് കുഞ്ഞിനും കൊടുക്കാം. മില്ലറ്റ് അല്ലേ? ഓ ഡാൻസ് ഒക്കെ. അമ്പുട്ടി എങ്ങനെ ഉണ്ട്? തണുത്തു, പക്ഷെ പെട്ടെന്ന് തണുത്തു. പെട്ടെന്നാണ് കേട്ടോ. നല്ല രസമുണ്ട് കഴിച്ചു. വിശപ്പ് കൂടി ഉള്ളതുകൊണ്ടാണ്. പൊളി. ആഹാ ചില സ്ഥലത്ത് വെള്ളം ചോദിക്കുന്നു. അവന്റെ വെള്ളം സാറി ഇപ്പോൾ ഈ കാറ്റിലാണ് നമ്മൾ എപ്പോഴും ഉണ്ടായി തീരുന്നത്. നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോ ഈ ഒരു വീഡിയോവും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടിപൊളി വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കഴിച്ചപ്പോഴേ ഒരു സമാധാനം ഉണ്ടാക്കി ഇവിടങ്ങളുള്ള സ്ഥലത്ത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. സത്യം. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് മെല്ലെ തെറിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇനി പ്ലാനിങ് ഒന്നുമില്ല, എന്തോന്ന് അറിയത്തില്ല. ഇനി ചിലപ്പം നമ്മൾ സ്റ്റേ എടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ റൂട്ട് അങ്ങോട്ട് പോകും. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ആയി കാണും. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വിശേഷം. അപ്പോൾ ഹോബി ഗായ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.